വീണ്ടും കാട്ടാന ഭീതിയിൽ വണ്ടിപ്പെരിയാർ 62-ാം മൈൽ കാർഷിക മേഖല. പ്രദേശത്ത് ഈപ്പച്ചൻ കൊച്ചുപുരയ്ക്കലിന്റെ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിൽ കടന്ന കാട്ടാന കൃഷിദേഹരണങ്ങൾ നശിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. മഴക്കെടുതിക്കൊപ്പം വീണ്ടും കാട്ടാന ഭീതിയിലായിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ 62-ാം മൈൽ കാർഷിക മേഖല. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ജനവാസ മേഖലയായ വണ്ടിപ്പെരിയാറിൽ 62-ാം മൈലിന് സമീപം രാത്രിയോടെ കാട്ടാന എത്തിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ സ്ഥിതി ചെയ്യുന്ന പോളിടെക്നിക് കോളേജിന് സമീപം പാട്ടത്തിന് തോട്ടമെടുത്ത് കൃഷി ചെയ്തു വന്നിരുന്ന കൊച്ചുപുരയ്ക്കൽ മാർട്ടിൻ എന്നയാളുടെ കൃഷിയിടത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഫെൻസിംഗ് വേലികൾ തകർത്ത് കാട്ടാന കൃഷിയിടത്തിൽ കടന്നത്. കൃഷിയിടത്തിൽ കടന്ന കാട്ടാന 250ഓളം ഏലച്ചെടികൾ നശിപ്പിച്ചതായും കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന ഷെഡിന് സമീപം വരെ കാട്ടാന എത്തുകയും രാവിലെയാണ് മടങ്ങിയതെന്നും ഈപ്പച്ചൻ പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആന കയറിയതായി കാണുന്നതല്ല, പൊടി വരെ പരിശോധിക്കുക. പിന്നെ ഇങ്ങോട്ട് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോഴാണ്, ഇവിടെ സ്ഥിരം ഹിന്ദിക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവർ രാവിലെ വീട്ടിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രാവിലെ പോയി. അപ്പോൾ തോട്ടത്തിൽ ആരുമില്ല, ഞാനും 2 പണിക്കാർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത് കഴിഞ്ഞ കുറേ വർഷമായിട്ടുള്ള അനുഭവമാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വിളിച്ചു പറയുമ്പോൾ അവർ വരും, ഒന്ന് ഓടിച്ചിട്ട് അങ്ങ് പോകുന്നതല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. മുകളിൽ കുറേ ഭാഗത്ത് ഫെൻസിങ് ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ കാര്യങ്ങളൊന്നും വിജയകരമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല. കാരണം എല്ലാവരും ഇതിന് ശക്തമായ ഒരു എതിർപ്പുണ്ടാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടപടി ഉണ്ടാക്കി തരണം. ഇത്ര സാധനമൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ട്? നമുക്ക് ഏലം ഒരു 10-250 മൂടിനടുത്ത് ഏലം പോയി. ഇതിനോട് കൊടി പറിച്ചിട്ടിരിക്കുന്നു. കൊടി ഒരു 10-50 കൊടി പന്നീർ കൊണ്ട് കൊടിയാണ്. പ്ലാവിൻ്റെ മണ്ട വരെ കയറി അത് മുഴുവൻ പറിച്ച് കളഞ്ഞു. പിന്നെ ഫെൻസിങ്, ഒരു സൈഡ് ഫെൻസിങ് 2-3 പറിച്ച് പൊട്ടിച്ചാണ് കയറിയിരിക്കുന്നത്. ഒറ്റക്കൊമ്പനാണ് പ്രദേശത്ത് എത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്ന് രാവിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതോടെ ഇവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. പ്രദേശത്ത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിലെ ഫെൻസിംഗ് വേലികൾ തകർന്നതും കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതുമാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് കടന്നെത്തുവാൻ കാരണമാവുന്നതായും പ്രദേശവാസികൾ പറയുന്നത്. മഴക്കെടുതിക്കൊപ്പം വന്യമൃഗശല്യം കൂടി ആയതോടെ ഏറെ പ്രതിസന്ധിയിലാണ് പ്രദേശത്തെ കർഷകർ അടക്കമുള്ള നിവാസികൾ. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്